മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹമെന്നും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സുയരട്ടെ. ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിവർത്തനം വരുത്താം. അങ്ങനെയുള്ള വാൽമീകി മഹർഷിയോട് പിന്നെ ശ്രീരാമസ്വാമി ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങക്ക് ഇവിടെ നിന്നും പോയി വസിക്കാൻ പറ്റിയ സ്ഥലമാണ് ചിത്രകൂടാചലം, അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പൊ വാൽമീകിയുടെ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി നമ്മൾ കടക്കുന്നത് വീണ്ടും അയോധ്യ രാജ്യത്ത് നടക്കുന്ന കഥകളിലേക്കാണ്. അവിടെ സുമന്ത്രര് തിരിച്ചു വരുന്നു. പൗരജനങ്ങൾ, കാട്ടിൽ പോയ പൗരജനങ്ങൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ രാമനെ കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞു, രാമൻ എങ്ങോട്ട് പോയി? നമ്മളെയൊക്കെ ഉപേക്ഷിച്ചു. നമ്മൾ ആരുമില്ലാത്തവരായോ, നാഥനില്ലാത്തവരായോ, രാജാവ് പോയ പ്രജകളെപ്പോലെയായല്ലോ നമ്മള്. ഒരുത്തൻ പറഞ്ഞു, തേര് തിരിച്ച് അയോധ്യയിലേക്കാ പോയിരിക്കുന്നത് എന്ന്. അതിനാണ് ശ്രീരാമസ്വാമി അങ്ങനെ ഓടിക്കാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ശ്രീരാമസ്വാമി അയോധ്യയിൽ തിരിച്ചുപോയി കാണുന്നു. പാവം, അവരെല്ലാം അയോധ്യയിലേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നപ്പോൾ ശ്രീരാമസ്വാമി ഇല്ല. എല്ലാവരും പൊട്ടിക്കരയാനും കൈകേയിയെ ശപിക്കാനും, ഇത്ര ദുർമാർഗിയായി പോയല്ലോ, ആ സ്വത്തിനു വേണ്ടി ഇത്ര മോഹിച്ചു പോയല്ലോ, ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ രാമനെ കാട്ടിലേക്കെറിഞ്ഞ ദുഷ്ടേ, നീ ഇരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ഇനി ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിക്കുന്ന പൗരജനങ്ങളും. ആ സമയത്താണ് സുമന്ത്രര് തിരിച്ച് കൊട്ടാരത്തിലെത്തുന്നത്. രാജാവ് അപ്പോഴേക്കും തന്നെ കൗസല്യ മാതാവിന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടാക്കാൻ പറഞ്ഞു. സുമന്ത്രര് എത്തുന്ന സമയത്ത് ആ കൗസല്യ മാതാവിന്റെ ഗൃഹത്തിൽ രാജാവിനെ കണ്ടപ്പോ വളരെ വളരെ വേദന തോന്നി. ഇത്രയും കാലം കാമാന്തനായി കൈകേയിയെ കൊണ്ടു നടന്ന രാജാവ് ഇന്ന് കൈകേയി വലിയൊരു വിഷമായി തീർന്നു. അവഗണിച്ച കൗസല്യ ഇപ്പോ ആശ്വാസമായി തീർന്നു. സുമന്ത്രരെ കണ്ടതും ചോദിച്ചു ഉണ്ണിയുടെ വിശേഷം, എന്റെ ഉണ്ണി എവിടെയാണെന്ന്. ഇത് കേട്ടതും കാട്ടിലേക്ക് പോയി പ്രജകളിൽ നിന്നും മുക്തനാവാൻ വേണ്ടി ഗുഹന്റെ അടുത്ത് വരെ ഞാൻ എത്തിച്ചു. പിന്നീട് ഗംഗാതീരം കടന്നിരിക്കാനാണ് സാധ്യത. എന്താ അവസാനം പറഞ്ഞത്? അച്ഛനോട് പറയണം, 14 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ സുരക്ഷിതരായി തിരിച്ചു വരും. അച്ഛൻ ആരോഗ്യത്തോടെ ഇരിക്കണം. ഭരതൻ രാജ്യം ഭരിക്കട്ടെ. അച്ഛൻ അമ്മയെയും മറ്റുള്ളവരെയും ശ്രദ്ധിച്ചുകൊണ്ട് ഭരതന് വേണ്ട കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ഇരിക്കണം എന്നാണ് പറഞ്ഞതെന്ന് കേട്ടതും തന്റെ പുത്രന് തന്നോടുള്ള ആദരവും ബഹുമാനവും, സ്ത്രീലമ്പടനായി ഇരുന്ന താൻ സ്വന്തം പുത്രനെ കാട്ടിലേക്ക് അയച്ചിട്ടും രാമൻ അല്പം പോലും തന്നോട് ആദരവ് നഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയ രഥശില മഹാരാജാവ് രാമനെ ഓർത്ത് വീണ്ടും മോഹാലസ്യപ്പെടുന്ന സമയത്ത് ഇതെല്ലാം കേട്ട കൗസല്യാദേവി ചോദിക്കുകയാണ്, എന്റെ പുത്രനെ കാട്ടിലയച്ചിട്ട് അങ്ങേക്ക് സന്തോഷമായില്ലേ എന്ന്. വീണ്ടും തന്റെ പുണ്ണിൽ കൊള്ളിവെക്കാതെ എന്ന് പറയാണ്, ഞാൻ വേദനിക്കുന്നു, തളരുന്നു, രാമൻ പോയ വിഷമത്തിലാണ്, വീണ്ടും നീ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ വേദനിപ്പിക്കരുതേ എന്ന്. എന്നിട്ട് ആ വേദനിക്കുന്ന അനുഭവങ്ങളുടെ പറഞ്ഞു, ഈ വേദനകളൊക്കെ ഇന്ന് ഞാൻ അനുഭവിക്കാൻ കാരണം കൈകേയിയോ മന്ദരയോ അല്ല, ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ മറച്ചുവെച്ചൊരു രഹസ്യമുണ്ട്. കൗസല്യാദേവിയോട് ആ രഹസ്യം തുറത്തുമറിയണം. നിങ്ങളെയൊക്കെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്റെ യൗവനകാലത്ത് ഞാൻ ഒരിക്കൽ കാട്ടിൽ മൃഗയാവിനോദത്തിന് പോയി. അങ്ങനെ മൃഗയാവിനോദം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുതിരയെ മേയാൻ അയച്ച് ഞാനൊരു പാറക്കെട്ടിന്റെ മുകളിൽ കയറിയിരിക്കുമ്പോഴാണ് ദൂരെ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്ന ഒരു ശബ്ദം കേട്ടപ്പോ എനിക്ക് തോന്നി ആനയാണ് വെള്ളം കുടിക്കുന്നതെന്ന്. അതിന്റെ മസ്തകത്തെ നോക്കിക്കൊണ്ട് ഞാൻ അമ്പ ചെയ്ത സമയത്ത് അയ്യോ എന്നൊരു മനുഷ്യ ശബ്ദം കേട്ടപ്പോ ഞാൻ ചെന്ന് നോക്കിയപ്പോ കാണുന്നത് ഒരു മുനിപുത്രന്റെ മാറിൽ തറച്ച ശരവും രക്തത്താൽ കുളിച്ചിരിക്കുന്ന ആ പുത്രൻ കയ്യിൽ നിന്ന് വീണിരിക്കുന്ന കുടവും പിളഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ശരീരവും കണ്ടപ്പോ ഞാൻ ഏറെ തളർന്നുപോയി. ഒരു ഋഷിപുത്രനെ കൊല്ലണ്ട യോഗം എനിക്ക് വന്നുവല്ലോ ഈശ്വര, ഇത്ര ശാപഗ്രസ്തമായി പോയല്ലോ ജീവിതം, ഞാൻ ഇത്ര കൊടുംപാപം ചെയ്തു പോയല്ലോ. ഇന്ന് വേദനയോടെ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ ആ മുനിപുത്രൻ നെഞ്ചിൽ കുത്തിത്തറച്ചിരിക്കുന്ന അമ്പ് പിടിച്ചുകൊണ്ട് പറയാണ്, ഇത്രയും വലിയൊരു പാപം അങ്ങ് ചെയ്തു പോയല്ലോ. കണ്ണ് കാണാൻ വയ്യാത്ത അച്ഛനമ്മമാരുടെ ഏകപുത്രനാണ്. ദാഹിച്ച് തൊണ്ട വരണ്ടിരിക്കുന്ന അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അങ്ങ് എന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഏതായാലും ഇനി അങ്ങ് എന്നെ ഇനിയും വേദനിപ്പിക്കരുത്.
ഈ മാറിൽ തറച്ച അസ്ത്രം വലിച്ചെടുത്ത് എന്റെ അച്ഛനമ്മമാർക്ക് കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കണം എന്ന് കരഞ്ഞു പറഞ്ഞ സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആ പുത്രന്റെ വേദനിക്കുന്ന ശരീരമുണ്ടല്ലോ, എന്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ പുത്രന്റെ മാറിൽ നിന്നും ശരം വലിച്ചെടുത്ത് ആ മഹാത്മാക്കളുടെ അടുത്തേക്ക് ചെന്നപ്പോ എങ്ങനെ പറയണം, ആശ്വസിപ്പിക്കണം എന്നറിയില്ല. കണ്ണ് കാണാത്തവര് ഏക ആശ്രയമായിരിക്കുന്ന ആ പുത്രനെയാണ് ഞാൻ കൊന്നിരിക്കുന്നത്. ഞാൻ പതുക്കെ അവരുടെ അടുത്തെത്തിയപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, എന്താ ഉണ്ണി നീ ഇങ്ങനെ ഒളിച്ചും പാത്തും വരുന്നത്? ദാഹിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് വെള്ളം തരാതെ എത്ര നേരമായി നീ വെള്ളത്തിന് പോയിട്ട്? ആ അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പുത്രനല്ല, അയോധ്യാധിപനായ ദശരഥ മഹാരാജാവാണ്. കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, വലിയൊരു അബദ്ധം എനിക്ക് സംഭവിച്ചു, വലിയൊരു വീഴ്ച എനിക്ക് പറ്റി. നിങ്ങളുടെ പുത്രന്റെ മാറിലേക്ക് ഞാൻ അറിയാതെ അമ്പ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം എന്ന് പറഞ്ഞതും ആ വേദനിക്കുന്ന അച്ഛനമ്മമാര് കുറെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുത്രന്റെ മരണത്താൽ ആ വേദനയിൽ കരഞ്ഞുകൊണ്ട് പുത്രന്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. പാവം കണ്ണു കാണാത്തവര് പുത്രന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ്. അവിടെ ചെന്ന് ആ കുട്ടിയുടെ ശരീരം കൈകൊണ്ട് തപ്പി ആ ശരീരം തൊട്ട് പൊട്ടി വാവിട്ട് കരയുന്ന സമയത്ത് എനിക്കതൊന്നും സഹിക്കാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞു, രാജൻ ചെത തീർക്കു കുട്ടിക്ക്. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ചെത തീർത്തു. ആ ശവത്തെ ചെതയിൽ അർപ്പിക്കുമ്പോൾ അവർ രണ്ടുപേരും ആ ചെതയിലേക്ക് ചാടുകയാണ്. ചാടുന്നതിന് മുമ്പ് ആ മഹാമുനി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പുത്രന്റെ മരണത്താൽ ഞങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടോ അതുപോലെ അങ്ങും പുത്രദുഃഖത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്ന്. ആ കുട്ടിയുടെ ശരീരം കൈകൊണ്ട് തപ്പി ആ ശരീരം തൊട്ട് പൊട്ടി വാവിട്ട് കരയുന്ന സമയത്ത് എനിക്കതൊന്നും സഹിക്കാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞു, രാജൻ ചെത തീർക്കു കുട്ടിക്ക്. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ചെത തീർത്തു. ആ ശവത്തെ ചെതയിൽ അർപ്പിക്കുമ്പോൾ അവർ രണ്ടുപേരും ആ ചെതയിലേക്ക് ചാടുകയാണ്. ചാടുന്നതിന് മുമ്പ് ആ മഹാമുനി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പുത്രന്റെ മരണത്താൽ ഞങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടോ അതുപോലെ അങ്ങും പുത്രദുഃഖത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്ന്. അന്ന് ഞാനൊരിക്കലും സത്യമാണെന്ന് വിചാരിച്ചില്ല. പിന്നീട് പുത്രന്മാരില്ലാത്ത ദുഃഖത്താൽ ഞാൻ ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചില്ല ഈ ശാപം എനിക്കുണ്ടാവുന്ന. അവസാനം ഇതാ ആ മുനീശ്വരന്റെ വാക്കുകൾ സത്യമായി തീർന്നിരിക്കുന്നു. ഈ കാര്യം ദശരഥന് നേരത്തെ അറിയാമായിരുന്നു. ഏത് കാര്യം? താനൊരു മുനിപുത്രനെ കൊന്നതും ആ മുനിപുത്രന്റെ അച്ഛൻ തന്നെ ശപിച്ചതും. വേണമെങ്കിൽ ദശരഥ മഹാരാജാവിന് ആ കർമ്മത്തിന്റെ പിടിയിൽ നിന്നും മുക്തനാക്കാമായിരുന്നു തന്റെ മനസ്സിനെ. ഇന്നും ഇത്രയും തളരേണ്ടതില്ല. ഇവിടെയാണ് നമുക്ക് ഭാഗവതവും രാമായണവും ഒന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. രാമായണത്തിലെ ദശരഥനും ഭാഗവതത്തിലെ പരീക്ഷിത്ത് മഹാരാജാവും. പരീക്ഷിത്ത് മഹാരാജാവ് ഇതുപോലെ ഒരു മഹർഷിയെ നിന്ദിച്ചപ്പോ അവിടെ ശപിക്കുന്നത് മഹർഷിയുടെ പുത്രനാണ്. ദശരഥ മഹാരാജാവ് പുത്രനെ വേദനിപ്പിച്ചപ്പോ ശപിക്കുന്നത് മഹർഷിയാണ്. നോക്കണേ രണ്ടിന്റെയും പ്രത്യേകത. പരീക്ഷിത്ത് മഹാരാജാവിന് ശാപം കിട്ടിയപ്പോ പരീക്ഷിത്ത് മഹാരാജാവ് സജ്ജനങ്ങളോട് ചോദിക്കുകയാണ്, 7ാമത്തെ ദിവസം തക്ഷകൻ വന്ന് എന്നെ കടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഈ ചോദ്യം ആര് ചോദിച്ചില്ല? ദശരഥ മഹാരാജാവ് പുത്രൻ ഈശ്വരനാണെന്ന് അറിഞ്ഞിട്ട് പോലും ചോദിച്ചില്ല. ഈശ്വര രൂപത്തിൽ പുത്രൻ വന്നിട്ടും വേണമെങ്കിൽ ദശരഥ മഹാരാജാവിന് വസിഷ്ഠരോട് ചോദിക്കാമായിരുന്നു, ഞാൻ ഇങ്ങനെയൊരു കൊടും പാപം ചെയ്തിട്ടുണ്ട്, പുത്രദുഃഖത്താൽ മരിക്കുന്നൊരു ശാപം എന്നെ വേട്ടയാടുന്നുണ്ട്, നാളെ പുത്രന്മാര് വന്നാലും ഞാനൊരിക്കലും പുത്രദുഃഖത്താൽ മരിക്കാൻ ഇടവരരുത്, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദശരഥ മഹാരാജാവ് ചോദിച്ചതേയില്ല എന്ന് പറയാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാം ചെയ്തുകൂട്ടിയിരിക്കുന്ന കർമ്മങ്ങളുടെ, ഈ ജന്മം തന്നെ ചെയ്തിരിക്കുന്ന ചില കർമ്മങ്ങളുണ്ടല്ലോ,
അതിൻ്റെയൊക്കെ ചില ദുരന്തങ്ങൾ നമ്മുടെ നേരെ ഇന്നല്ലെങ്കിൽ നാളെ വന്നേക്കാം. അങ്ങനെ വരുന്നതിന് മുമ്പ്, ആ കർമ്മഫലം നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് സജ്ജനങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി ഉയർന്നുകൊള്ളണം. കർമ്മം ചെയ്യിക്കുന്നതും മനസ്സാണ്, കർമ്മഫലം അനുഭവിക്കുന്നതും മനസ്സാണ്. കാമപ്രേരിതനായി പ്രവൃത്തി ചെയ്യിക്കുന്നതും മനസ്സാണ്, അതിൻ്റെ ദുരന്തങ്ങളിൽ തളരുന്നതും മനസ്സാണ്. ആണോ അല്ലയോ? അല്ലേ? അപ്പൊ കാമപ്രേരിതനായി കർമ്മം ചെയ്യുന്ന സമയത്ത് മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ലായിരുന്നു. ചില കാമങ്ങളിൽ നമ്മൾ കുരുങ്ങിപ്പോയി. ഇനി കർമ്മഫലം വന്ന് ആ മനസ്സിനെ തളർത്തുന്നതിന് മുമ്പ് ആ മനസ്സിനെ നമ്മൾ ഉയർത്താൻ സാധിച്ചാൽ കർമ്മഫലത്തിന് നമ്മുടെ മനസ്സിനെ തളർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ നിന്നൊരു ചിന്തനം നമുക്ക് ചിന്തിക്കാനുണ്ട്. എന്ത്? എങ്ങനെയാണ് കർമ്മഫലങ്ങളിൽ നിന്നും മനസ്സിനെ വിമുക്തമാക്കുക? എങ്ങനെയാണ് സകല കർമ്മഫലങ്ങൾ മനസ്സിനെ പിടികൂടുന്നതിന് മുമ്പ് ആ മനസ്സിനെ ഞാൻ അതിൽ നിന്നും ഉയർത്താൻ എനിക്ക് സാധിക്കുക? ഇത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇത് ചോദിച്ച് ഇതിന്റെ ഉത്തരം വളരെ വ്യക്തമായാലേ നാളെ എന്ത് കർമ്മങ്ങളുടെ ഫലം വന്നാലും അതിനൊന്നും നമ്മളെ തളർത്താതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ചോദ്യം മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ ചോദ്യം? ഞാൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ ചീത്തയാണെങ്കിൽ ആ ചീത്ത കർമ്മഫലങ്ങൾക്കെല്ലാം, ചീത്ത എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന കർമ്മങ്ങൾ, അതിന് നാളെ വേറൊരാൾ എന്നെയും വേദനിപ്പിക്കുന്ന സമയത്ത് എന്റെ മനസ്സ് സ്വാഭാവികമായും തളരും. എന്റെ മനസ്സ് തളർന്ന് ജീവിതം അധപ്പതിപ്പിക്കുന്നതിന് പകരം അതിൽ നിന്ന് എന്റെ മനസ്സിനെ ഉയർത്താൻ വല്ല വഴികളും ഉണ്ടോ? ഏത് വഴിക്ക് ഞാൻ പോയാലാണ് എന്റെ മനസ്സൊരിക്കലും തളരാതെ പതറാതിരിക്കുക? ഇത് ചോദിക്കാൻ നമുക്ക് സാധിച്ച് അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തി ആ വഴിയിലൂടെ നമ്മൾ പോയാൽ ഒരു കർമ്മത്തിന്റെയും ഫലത്തിന് നമ്മളെ പിടികൂടാൻ സാധ്യമല്ലെന്ന് രാമായണം ഓർമ്മിപ്പിക്കുന്നു. ഇവിടം കൊണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത കർമ്മം തന്നെയാണ് എന്നെ പിടികൂടിയിരിക്കുന്നത്, രാമ രാമ സീതേ ലക്ഷ്മണ എന്ന് പറഞ്ഞ് ദശരഥൻ ശരീരത്യാഗം ചെയ്തു. പുത്രവിയോഗത്താൽ പുത്രദുഃഖത്താൽ നെഞ്ചു പൊട്ടിക്കൊണ്ട് തളർന്ന് പരവശനായി മരിച്ച ദശരഥന്റെ ചരിത്രം രാമായണത്തിൽ നമുക്ക് കാണാം. അപ്പൊ താൻ ചെയ്ത കർമ്മത്തിന്റെ ഫലത്തിന് അടിമപ്പെട്ടുകൊണ്ട് മരിച്ചു. ആര്? ദശരഥൻ. നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദശരഥന്മാരാവാതിരിക്കൂ, ഒരു വാൽമീകിയായി തീരൂ, ഒരു പരീക്ഷത്തായി തീരൂ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഉയർത്തൂ. ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണനെയും സീതയെയും സ്മരിച്ചുകൊണ്ടാണ് ദശരഥൻ ചരമഗതി പ്രാപിച്ചത്. കരഞ്ഞുകൊണ്ട് തളർന്നുകൊണ്ട് പണ്ട് മുനി ശപിച്ചതുപോലെ തന്നെ പുത്രവിയോഗത്താൽ നിനക്ക് മൃത്യു സംഭവിക്കട്ടെ എന്ന വാക്കുകൾ അർത്ഥപൂർണമാക്കി അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ കടന്നുപോയി. സുമന്ത്രരും വസിഷ്ഠരും അയോധ്യാധിപരുടെ മരണം ഏറെ തളർത്തി. ഇനി എന്താണ് അടുത്ത മാർഗം? ഈ ശരീരത്തെ സംസ്കരിക്കാൻ പുത്രന്മാരില്ല. ഒരച്ഛന്റെ നിയോഗം നോക്കൂ നിങ്ങൾ. പുത്രന്മാരുണ്ടായിട്ടും മരിക്കുന്ന സമയത്ത് പുത്രന്മാരാരും അടുത്തുണ്ടായില്ല. പ്രിയന് പലപ്പോഴും ഉണ്ടല്ലോ ജീവിതത്തിൽ ഈ ഭാഗ്യമില്ലാതെ പോകുന്നത് ഇങ്ങനെയാണ്. എല്ലാ ഭാഗ്യവും ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ വേണ്ട സമയത്ത് വേണ്ട ഭാഗ്യം ഉണ്ടാവാതെ പോവും. അതെന്തുകൊണ്ടാണ് ഭാഗ്യമില്ലാതെ പോയത്? ഒരുപക്ഷെ അദ്ദേഹം പുത്രന്മാരടുത്തുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം അദ്ദേഹം ജീവിച്ചത്. വിവേകികളുണ്ടല്ലോ, പുത്രന്മാരടുത്തുണ്ടാവും എന്നല്ല വിചാരിക്കേണ്ടത്, ഭഗവാൻ അടുത്തുണ്ടാവണം എന്ന് വിചാരിക്കണം. അതിനെന്ത് വേണം? ഭഗവാൻ അടുത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടല്ലല്ലോ അടുത്തുണ്ടാവുക, തന്റെ മനസ്സിന്റെ കൂടെ ഭഗവാൻ ഉണ്ടാവണം. ദശരഥൻ മനസ്സ് ഭഗവാനിലേക്ക് സമർപ്പിക്കാത്തതുകൊണ്ട് ഭഗവാനും കൂടെ ഉണ്ടായില്ല എന്ന് പ്രിയണം. പരീക്ഷിത്ത് മഹാരാജാവ് മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചതുകൊണ്ട് കൂടെ ഭഗവാനുണ്ടായി. അതാണല്ലോ അവസാനം അദ്ദേഹം പറയുന്നത്, അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാനവിജ്ഞാന നിഷ്ഠയാം
ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവതപദം. ഇപ്പോ എനിക്ക് മനസ്സിലാവുന്നു എന്റെ കൂടെ ഭഗവാനുണ്ട്. പരം ഭഗവതപദം. തന്റെ മനസ്സ് മുഴുവൻ ആരിലേക്ക് വന്നിരിക്കുന്നു? ഭഗവാനിലേക്ക് വന്നിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. നാളെ കൂടെ മറ്റുള്ളവരുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കരുത്. കൂടെ എപ്പോഴും ഭഗവാനുണ്ടാവണേ ഭഗവാനുണ്ടാവണേ എന്ന് വിചാരിച്ച് ജീവിക്കൂ എന്ന് പറയാണ്. അപ്രകാരം ദശരഥ മഹാരാജാവ് ചരമഗതി അടഞ്ഞപ്പോ വസിഷ്ഠാദികൾ ആ ശരീരത്തെ എണ്ണത്തോണിയിലിട്ട് വെച്ചു എന്നാണ്. കാരണം സംസ്കരിക്കാൻ പുത്രന്മാര് വരണം. ഉടനെ തന്നെ വസിഷ്ഠര് ഭരതനെയും ശത്രുഘ്നെയും വരുത്താൻ ആളെ പറഞ്ഞയച്ചു, ദൂതന്മാരെ പറഞ്ഞയച്ചു. പറഞ്ഞ് കൊടുത്തയച്ച വിവരം ഇതാണ്: എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിൽ എത്തിച്ചേരണമെന്ന്. അച്ഛൻ കാണണമെന്നും പറഞ്ഞില്ല, അച്ഛൻ പോയി എന്നുള്ളതും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റുണ്ടാവില്ല അവർക്ക്. ഏതായാലും ദൂതന്മാര് പോയി 7 ദിവസം കൊണ്ടാണത്രേ അവര് കേകയ രാജ്യത്ത് എത്തിച്ചേർന്നത്. അവിടെ എത്തിച്ചേർന്ന് സമ്മാനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നു. അശ്വപതി മഹാരാജാവിന് പറഞ്ഞു, ഭരതന്റെയും ശത്രുഘ്നന്റെയും സാന്നിധ്യം എത്രയും വേഗം കൊട്ടാരത്തിൽ ഉണ്ടാവാൻ വേണ്ടി സന്ദേശം തന്നെ അയച്ചിട്ടുണ്ട്, കൂടെ പറഞ്ഞയക്കണമെന്ന്. അന്ന് ദശരഥ മഹാരാജാവ് മരിക്കുന്നതിന്റെ തലേ ദിവസം ഭരതൻ ചില ദുസ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഇവര് ദൂതന്മാര് വന്ന ദിവസത്തിന്റെ തലേ ദിവസവും ഭരതൻ കുറെ ദുസ്വപ്നങ്ങൾ കണ്ടിരുന്നു. ശത്രുഘ്നനോട് പറയാണ്, ഞാൻ ഇന്നലെ രാത്രി ഒരു മോശപ്പെട്ട സ്വപ്നം കണ്ടു. ഒരു വലിയ മലയുടെ മുകളിൽ നിന്നും അച്ഛൻ താഴോട്ട് വീഴുന്നത്. അതും വീഴുന്നത് എവിടെയാണത്രേ? ഒരു ചാണകക്കുണ്ടില്. എന്നിട്ട് ചാണകം ഇങ്ങനെ കുടിച്ച് അച്ഛൻ എണ്ണയിലേക്ക് വീഴുന്നൊരു രംഗം ഇത് കണ്ടു എന്നാണ്. പൊതുവെ ചില നിമിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, വരാൻ പോകുന്ന കാര്യങ്ങളെ നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. നിമിത്തത്തിൽ ഭഗവാൻ ചിലതൊക്കെ നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്നുണ്ട് എന്ന് പറയാണ്. ഇതാണ് വരാൻ പോകുന്നത് എന്ന്. എന്തായാലും ഒന്ന് നമുക്ക് നല്ലോണം അറിയാം. എന്ത് വരാൻ പോകുന്നൊരു കാര്യം? മറ്റുള്ളവർ മരിച്ചു കിടക്കുമ്പോൾ നമുക്കറിയണം, അത് നിമിത്തമായിട്ട് എടുക്കണം. എന്ത്? ഒരു ദിവസം ഞാൻ ഇതുപോലെ വടിയാവുമെന്ന്. ഇപ്പൊ ഇങ്ങനെ കുത്തനെ നടക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസം ഞാനിങ്ങനെ കിടക്കും എന്നൊരു ദിവസം. പക്ഷെ അത് ചിലർക്ക് മനസ്സിലാവില്ല. ചിലരുണ്ടല്ലോ ഇതൊക്കെ ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഈ നിമിത്തങ്ങളൊക്കെ. ഒരാൾ അങ്ങനെ ഒരിക്കലും ഇതൊരു അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ പുസ്തകം എഴുതി, അന്ധവിശ്വാസങ്ങളെക്കുറിച്ച്. ഈ നിമിത്തങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങൾ, ഗംഭീര പുസ്തകം. എന്നിട്ടത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസമൊക്കെ നിശ്ചയിച്ചു. അന്നത് പബ്ലിഷ് ചെയ്തില്ല. അപ്പൊ ചോദിച്ചു, പത്രപ്രവർത്തകർ ചോദിച്ചു, എന്താ നിങ്ങളന്ന് പബ്ലിഷ് ചെയ്യാതെ എന്ന്. പറഞ്ഞു, ഞാനത് പബ്ലിഷ് ചെയ്യാൻ നിശ്ചയിച്ച ദിവസം ഈ പുസ്തകമായിട്ട് അയാൾ ഏതോ ഹാളിൽ വെച്ചിട്ടായിരുന്നു പബ്ലിഷ് ചെയ്യാൻ നിശ്ചയിച്ചത്. അന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച ക്രോസ് ചെയ്തു അത്രേ. അപ്പൊ എനിക്ക് തോന്നി അന്നത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന്. എഴുതിയ പുസ്തകം ഇതൊക്കെ അന്ധവിശ്വാസമാണ് എഴുതിയത്. ഇങ്ങനെയുള്ളവരുണ്ട്. അവരവരെ കാര്യം വരുമ്പോൾ കാലം മാറുന്ന ആൾക്കാര് ഈ യുക്തിവാദികളെ പോലെ എന്ന് പറയും. ഇതാണെന്ന് ലോകം എന്ന് പറയുന്നത്. ചില ആളുകൾ മനസ്സിലാക്കില്ല അത്. ഭരതന് തോന്നി ചില ദുർനിമിത്തങ്ങൾ കണ്ടപ്പോ ദുരന്തങ്ങൾ എന്തോ വന്നിട്ടുണ്ടെന്ന്. ഏതായാലും അവിടെ നിന്ന് പുറപ്പെട്ടു കൊട്ടാരത്തിലേക്ക്. വരുന്ന വഴിയിലൊക്കെ 7 ദിവസം കൊണ്ട് എത്താൻ പറ്റുള്ളൂ. ആളുകളൊന്നും ഭരതനെ വേണ്ട വിധത്തിൽ ആദരിക്കുന്നില്ല. എവിടെ നോക്കിയാലും കോസല രാജ്യം ശോകമൂകമായൊരന്തരീക്ഷം, ദുഃഖം തളന്തിക്കെട്ടി നിൽക്കണു. ഭരതനെ ആർക്കും ഒരു വിലയില്ല. ഭരതനെ മനസ്സിലാവുന്നുണ്ട്, ജനങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നു, ഒന്ന് മാറ്റുന്നു, എന്നെ മാറ്റി നിർത്തുന്നു എന്ന്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. നേരെ ചെല്ലുന്നത് അമ്മ ഇരിക്കുന്ന കൊട്ടാരത്തിലേക്കാണ്. പൊതുവെ അച്ഛനുണ്ടാകുക അമ്മ ഇരിക്കുന്ന കൊട്ടാരത്തിലാണ്. അമ്മ കണ്ടതും കുട്ടിയെ ആലിംഗനം ചെയ്ത് മാറിൽ ചേർത്ത് തലയിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, എന്റെ അച്ഛനും അമ്മയ്ക്കും സുഖമല്ലേ എന്നാണ്. സ്വന്തം ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്, എണ്ണത്തോണിയിൽ കിടക്കുന്നു ശരീരം. രാമലക്ഷ്മണന്മാര് കാട്ടിലാണ്. ആ ദുരന്തങ്ങളൊക്കെ മറന്നുകൊണ്ട്, മറച്ചുവെച്ചുകൊണ്ട് സ്വന്തം അച്ഛന്റെയും സഹോദരന്റെയും സുഖവിശേഷങ്ങളാണ് ചോദിക്കുന്നത്. ഉടനെ ഭരതൻ മറുപടി പറയുന്നത്, അമ്മേ, അച്ഛനെ കാണാഞ്ഞ് ഏറെയുണ്ട് ദുഃഖം എനിക്ക് എന്നാണ്. അമ്മയെ കാണാത്തതിലല്ല എനിക്ക് വിഷമം,
കേകയ രാജ്യത്തിന്റെ വിശേഷങ്ങളൊന്നും ഭരതൻ പറഞ്ഞില്ല. എന്റെ അച്ഛനെവിടെ എന്നാണ്. കാരണം വരുന്ന വഴിക്ക് തന്നെ ഭരതന് മനസ്സിലായി എന്തോ ചില ദുരന്തങ്ങൾ കൊട്ടാരത്തിൽ നടന്നിട്ടുണ്ട് എന്ന്.